ഫോണിനെതിരായ നീക്കം തുടക്കത്തിൽ തന്നെ പാളി. 2019 ആരംഭിച്ച പദ്ധതി 2024 അടിയന്തര പ്രാധാന്യത്തോടുകൂടി നൽകുന്നു. എന്ത് അടിയന്തര പ്രാധാന്യമാണ് ഇതിൽ ഉള്ളത്? ഗുണഭോക്താക്കളിലേക്ക് ഈ പദ്ധതി എത്തിത്തുടങ്ങിയല്ലോ എന്നതടക്കം ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ശരിയായ ഒരു ദിശയുണ്ടാകണം, ഏതൊക്കെ തരത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കുന്നതാണ് കണ്ടത്. ഗായത്രി വീണ്ടും ചേരുന്നുണ്ട് നമ്മൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന്. ഗായത്രി, സാധാരണ വാക്കാൽ പരാമർശം, കോടതിയുടെ നിരീക്ഷണം എന്നുള്ളത് വരും. അപ്പോൾ ഇതിൽ മുറിവേൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തിരിച്ചടി നേരിടുന്നവർ പറയും കോടതിയുടെ ഉത്തരവുകളില്ലല്ലോ എന്ന നിലയിൽ പറയും. പക്ഷേ ഇവിടെ അതല്ല, ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു. ആ ഇടക്കാല ഉത്തരവിൽ വളരെ സ്പഷ്ടമായി പ്രതിപക്ഷ നേതാവിനെതിരായ കോടതിയുടെ നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ, അതൃപ്തി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണോ? ശരത്, തീർച്ചയായും ഇന്നലെ ഈ ഒരു ഹൈക്കോടതിയുടെ പരാമർശമുണ്ട്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രസ് മീറ്റിൽ നമ്മൾ ഇതേ ചോദ്യം ഉന്നയിച്ചപ്പോൾ അതൊക്കെ നടപടികളുടെ ഭാഗമല്ലേ, അതൊക്കെ അങ്ങനെ നടക്കും എന്നുള്ളൊരു പരാമർശമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഫയലിൽ പോലും സ്വീകരിച്ചില്ലല്ലോ എന്ന ചോദ്യത്തിന് അതുപോലെ അത് കോടതി നടപടികളുടെ ഭാഗമാണ്, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു വിമർശനത്തെ ഉൾക്കൊള്ളാത്ത രീതിയിൽ, അംഗീകരിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന രീതിയിൽ ഉള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണമാണ് എന്തായാലും ഇന്നലെ ഉണ്ടായത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ഫോൺ പദ്ധതിക്കെതിരെ ഒരു പൊതുതാൽപര്യ ഹർജിയുമായി എത്തുമ്പോൾ ഏറ്റവും അതിനിശ്ചിതമായ ഒരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. ഇത് പൊതുതാൽപര്യ ഹർജിയാണോ അതോ പബ്ലിസിറ്റി സ്റ്റണ്ടാണോ, അല്ലെങ്കിൽ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റണ്ടാണോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ഒരു കോടതിയുടെ പരാമർശത്തോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ മൈതാനത്ത് പോയാൽ പോരെ എന്നുള്ള രീതിയിലൊരു പ്രതികരണമാണ് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നിശ്ചിതമായ ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ പോലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രതികരണമാണ് എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയത്തിൽ, ഫോൺ വിഷയത്തിൽ ഉന്നയിക്കുമ്പോൾ, ഒരു ഹർജി ഉന്നയിക്കുമ്പോൾ അതിൽ സൂചിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ പറയുന്നത് കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു കേന്ദ്രമാണെന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ കോടതി അതിനെല്ലാം ശക്തമായി തള്ളിക്കളയുന്ന രീതിയിലൊരു പ്രതികരണം കോടതിയുടെ ഭാഗത്തു നിന്ന് അപ്പോൾ തന്നെ വാക്കാലുണ്ടാകുന്നു. 2019 നടപടികൾ എന്തിനാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് ആദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ ഈ ഫോൺ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഉപഭോക്താക്കൾക്ക് കിട്ടിത്തുടങ്ങിയല്ലോ എന്നൊരു ചോദ്യവും കോടതി പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിക്കുന്നു. ഈ ഒരു ആരോപണവുമായി ഇത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഹാജരാക്കാനുള്ള തെളിവുകൾ എന്നൊരു ചോദ്യം കോടതി ഉന്നയിക്കുമ്പോൾ തെളിവുകളൊന്നും നിലവിൽ കയ്യിലില്ല, CAG റിപ്പോർട്ട് വരുമ്പോൾ തെളിവുകൾ സമർപ്പിക്കാം എന്നുള്ളൊരു മറുപടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ CAG റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം നിങ്ങൾക്കൊരു ഹർജി സമർപ്പിച്ചാൽ മതിയായിരുന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടാകുന്നു. അത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് നിശ്ചിതമായ ഒരു വിമർശനങ്ങൾ, തിരിച്ചടികൾ എന്തിനു വേണ്ടിയാണ്, ഇത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമല്ലേ താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഒരു വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോഴാണ് കോടതി ഉന്നയിച്ച നിശ്ചിതമായ വിമർശനങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗം പുറത്തു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രതിപക്ഷ നേതാവ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാൻ ഇടയായ സാഹചര്യം ലോകായുക്തയെക്കുറിച്ചുള്ള പരാമർശം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം, ലോകായുക്തയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സമീപിക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് അന്വേഷിക്കണം എന്ന് താൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു പരാമർശമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹൈക്കോടതിയുടെ ഇന്നലത്തെ നിരീക്ഷണത്തിൽ ഏറ്റവും നിശിതമായ ഒരു വിമർശനം ഈ ഒരു ലോകായുക്തയെ പറ്റിയുള്ള ഒരു വിമർശനത്തിൻ്റെ പേരിലാണ് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണമെന്നും, ഒരു പൊതുപ്രവർത്തന രീതിയിൽ ഇത്തരത്തിലാകാൻ പാടുണ്ടോ എന്നൊരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കൃത്യമായ ദുർദ്ദേശത്തോടു കൂടിയുള്ള അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു പരാമർശമില്ലെങ്കിൽ നിശ്ചയമായ വിമർശനം നടത്തി ആ ഒരു ഭാഗം എഴുതി ചേർക്കപ്പെട്ട ഹർജിയിലെ 58ാമത്തെ ഖണ്ഡിക തന്നെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് ഹൈക്കോടതി സ്വീകരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും ഹൈക്കോടതി തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് ഏറ്റ ഇന്നലത്തെ തിരിച്ചടിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്നുള്ളത്. ഈ എതിർകക്ഷിയായിട്ടുള്ള സർക്കാരിന് ഒരു നോട്ടീസ് അയക്കാൻ പോലും ഹൈക്കോടതി തയ്യാറാക്കുന്നത്, സർക്കാരിന് വേണമെങ്കിൽ അഭിപ്രായം അറിയിക്കാം എന്ന ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിക്കുന്നത്. ആ ഫയലിൽ സ്വീകരിക്കാതെ 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാൻ മാറ്റുന്ന ഒരു നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിൽ വാക്കാൽ ഇന്നൊരു പരാമർശം
പകൽ സംഭവിക്കുമ്പോൾ തന്നെ അതൊരു വലിയ വാർത്തയല്ലാതാകുന്നു. അതിനുശേഷം ഇടക്കാല ഉത്തരവിൽ ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു വലിയ വാർത്തയല്ലാതാകുന്ന രീതിയിലുള്ളൊരു നിലപാടാണ് നമ്മുടെ മാധ്യമങ്ങളുടെ അടക്കുന്ന ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരത്തിൽ ഏറ്റവും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ജീവിതത്തിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒരു വലിയ തിരിച്ചടിയെന്ന് വിലയിരുത്തപ്പെടുമ്പോഴും അത് ചർച്ചയാകാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി എന്തായാലും നിലവിലുണ്ട്. എന്തായാലും K-Phone വിഷയത്തിൽ അനാവശ്യ വിവാദവുമായി രംഗത്തെത്തുന്നു എന്നൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സ്റ്റണ്ടാണോ, പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഇൻട്രസ്റ്റ് ആണോ എന്നൊരു ചോദ്യവും കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും വായിച്ചെടുക്കപ്പെടേണ്ടത്. ശരത്, ശരി. ഇപ്പോൾ ഗായത്രി ആ റിപ്പോർട്ടിനെ തുടർന്ന് എങ്ങനെയാണ് ഈ ഇടക്കാല ഉത്തരവ് പ്രതിപക്ഷ നേതാവ് VD സതീശന് അങ്ങേയറ്റം പ്രഹരമായി തീരുന്നത്, വലിയ തിരിച്ചടിയായി മാറുന്നത് എന്നതാണ് സൂചിപ്പിച്ചത്. വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഇതിനെ ലഘൂകരിക്കാൻ അദ്ദേഹം എത്ര ശ്രമിച്ചാലും അത് സൃഷ്ടിക്കുന്ന നിയമപരമായി അദ്ദേഹത്തിന് സൃഷ്ടിക്കുന്ന ഒരു തിരിച്ചടിയുണ്ട്. അത് രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള ആ പദവിയിലിരിക്കുന്ന ഒരു ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവ്. ആ പദവിയിലിരിക്കുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ VD സതീശൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. സ്വാഭാവികമായും ആ പാർട്ടിയിൽ നിന്ന് തന്നെ കൂടുതലായി ഉയരാവുന്നത് കൂടിയാണ്. അത് ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ വേണ്ടത്ര അവധാനതയില്ലാതെ നിയമപരമായി ഹൈക്കോടതിയിലേക്ക് പോവുകയും ഒരു പ്രധാനപ്പെട്ട പദ്ധതിക്കെതിരായ നീക്കം പാളിപ്പോവുകയും ഹൈക്കോടതിയുടെ നിശിത വിമർശനങ്ങൾ ഹർജിക്കാരൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന് ഏറ്റുവാങ്ങേണ്ടിയും വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനുണ്ടാകുന്ന നേട്ടം എന്നുള്ളത് തന്നെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടാകുന്ന നേട്ടം, ഇതെല്ലാം പ്രതിപക്ഷ നേതാവിൻ്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും പ്രവർത്തനങ്ങളിലെ അവധാനതയില്ലായ്മയുടെ ഒരു സംഭാവനയല്ലേ എന്ന വിമർശനം ആ പാർട്ടികളിൽ നിന്നും ഉയരാവുന്നതാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് ലോകത്തെ ഏറ്റവും അധികമുള്ളൊരു രാജ്യം, ആ ഡിജിറ്റൽ ഡിവൈഡ് രാജ്യത്ത് നിൽക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഒരു പൗരാവകാശമായി നിയമസഭ പാസാക്കിയ നിയമത്തിലൂടെ അംഗീകരിക്കപ്പെട്ട നാടാണ് കേരളം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് കേരളമെമ്പാടും ഗ്രാമാന്തരങ്ങളിൽ ഏതെങ്കിലും സർവീസ് ഇൻ്റർനെറ്റ് പ്രൊവൈഡർ അവർക്കിഷ്ടപ്പെട്ട പട്ടണങ്ങളിലോ ചെറുപട്ടണങ്ങളിലോ നഗരങ്ങളിലോ മാത്രം ഒതുങ്ങാതെ കേരളത്തിൻ്റെ എല്ലാ മുക്കിനും മൂലയിലും എല്ലാ ഗ്രാമങ്ങളിലും ഒരുപോലെ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലോകത്ത് തന്നെ സമാനതകളില്ലാത്തൊരു ആദ്യ ഇടപെടലാണ്, ഒരു സർക്കാർ ഇടപെടലാണ് K-Phone എന്ന് പറയുന്നത്. ആ നിലയിൽ K-Phone പദ്ധതി മുന്നോട്ട് പോകുന്നതിൽ സംഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ഇൻ്റർനെറ്റ്, ഏറ്റവും ശക്തമായ ഇൻ്റർനെറ്റ് എന്നുള്ളതാണ്. പുവർ കണക്ഷൻ എന്നൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ഫോണിലോ നെറ്റിലോ ഒക്കെ കാണുന്നത് പോലത്തതല്ലാത്ത ഏറ്റവും ശക്തമായ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കുക, സർക്കാർ ഓഫീസുകളിലേക്ക് ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കുക, അതുവഴി വാണിജ്യ സാധ്യതകൾ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ ആവുക, അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഏത് ഗ്രാമത്തിലും കൂടുതൽ തൊഴിലവസരങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ ഈ പുറം രാജ്യങ്ങളിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് തൊഴിൽ നമ്മുടെ ഇടങ്ങളിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന് ഏറ്റവും ആധാരമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഏറ്റവും ശക്തമായ ഇൻ്റർനെറ്റ് സംവിധാനം എന്നുള്ളത്. അത് സംവിധാനം ഒരുക്കി കൊടുക്കുക എന്ന നിലയിലേക്ക് ഒരു നാട്, ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഈ വിധമാണോ ചെറുക്കാൻ ശ്രമിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. സ്വാഭാവികമായും വാർത്താസമ്മേളനം നടത്തി മാധ്യമ പിന്തുണയോടെയും ഒക്കെ രാഷ്ട്രീയ വിവാദം നിലനിർത്താം. പക്ഷേ നിയമപരമായി അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് പാകത്തിനുള്ള അഴിമതി ആരോപിക്കാൻ കഴിയുന്ന എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുമ്പിലാണ് ഇന്നലെ ആ ഹർജിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പതറിപ്പോയത്, അല്ലെങ്കിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ പോയത് എന്നുള്ളതാണ്. അവിടെയാണ് ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന ചോദ്യം കേൾക്കേണ്ടി വന്നത് ഹൈക്കോടതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്. ഇതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.